മുല്ലപ്പെരിയാർ വിഷയത്തിൽ ഉടൻ പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് സ്കൂൾ വിദ്യാർത്ഥികൾ തെരുവിലിറങ്ങി. പ്രമുഖ ദേശീയ വിദ്യാഭ്യാസ സ്ഥാപനമായ ഏഴംകുളം നാഷണൽ സെൻട്രൽ സ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും കേരള ജനതയെ രക്ഷിക്കണമെന്ന ആഹ്വാനവുമായാണ് MC റോഡിൽ പ്രകടനം നടത്തിയത്. 116 വർഷം പഴക്കമുള്ള മുല്ലപ്പെരിയാർ അണക്കെട്ട് ഓരോ മലയാളികളുടെയും ഉറക്കം കെടുത്തുകയാണ്. മുല്ലപ്പെരിയാർ അണക്കെട്ടിന് എന്തെങ്കിലും സംഭവിച്ചാൽ ഇടുക്കി, കോട്ടയം, എറണാകുളം, ആലപ്പുഴ ജില്ലകളിലെ 35 ലക്ഷത്തോളം ജനങ്ങളുടെ ജീവന് ഭീഷണിയാകുമെന്ന യാഥാർത്ഥ്യത്തിന് തമിഴ്നാട് പുല്ലുവില പോലും കൽപ്പിക്കുന്നില്ല. മുല്ലപ്പെരിയാർ വിഷയത്തോടുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ സമീപനം ഗൌരവതരമല്ലെന്ന് ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ വിമർശനമുയരുന്നുണ്ട്. മുല്ലപ്പെരിയാർ വിഷയത്തിൽ രാഷ്ട്രീയമായ മുതലെടുപ്പും സങ്കുചിതമായ പ്രാദേശികവാദവുമാണ് തമിഴ്നാട്ടിൽ നിന്ന് ഉയരുന്നത്. 1886 തിരുവിതാംകൂർ മഹാരാജാവായ വിശാഖം തിരുനാളും ബ്രിട്ടീഷ് ഭരണകൂടവും തമ്മിലുണ്ടാക്കിയ അശാസ്ത്രീയമായ ഒരു കരാറിന്റെ പിൻബലത്തിലാണ് തമിഴ്നാടിന്റെ അവകാശവാദം ഇന്നും തുടരുന്നത്. കാലഹരണപ്പെട്ടതും കേരളത്തിനുമേൽ എപ്പോൾ വേണമെങ്കിലും പൊട്ടാവുന്ന ഒരു ബോംബായാണ് ഈ വിഷയം നിലകൊള്ളുന്നത്. 999 വർഷത്തെ പാട്ടക്കരാർ അശാസ്ത്രീയവും അപ്രായോഗികവും നിലനിൽപ്പില്ലാത്തതുമാണെങ്കിൽ സ്വാതന്ത്ര്യാനന്തരം അധികാരത്തിൽ വന്നവർക്കും കേരളം മാറി മാറി ഭരിച്ചവർക്കും ഈ വിഷയത്തിൽ എന്തു ചെയ്യാൻ കഴിഞ്ഞു എന്ന ചോദ്യം ഇന്നും ഉത്തരം തേടുകയാണ്. ജനജീവിതത്തിന് ഭീഷണി ഉയർത്തുന്ന ഏറ്റവും ഗുരുതരമായ പ്രശ്നത്തിന് പരിഹാരം കാണാൻ ഭരണകൂട അധികാര കേന്ദ്രങ്ങൾക്ക് കഴിയാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? മുല്ലപ്പെരിയാർ വിഷയത്തിൽ കേരളത്തിന്റെ ജീവൻ അപകടത്തിലായിട്ട് പോലും തമിഴ്നാടിനോട് എന്നും മഹാമനസ്കത കാട്ടിയ ചരിത്രമാണ് സംസ്ഥാനത്തിനുള്ളത്. കേരളത്തിന്റെ ഔദാര്യത്തെ ദാർഢ്യം നിറഞ്ഞ അവകാശമായാണ് തമിഴ്നാട് കാണുന്നത്. മുല്ലപ്പെരിയാറിൽ നിന്നുള്ള വെള്ളമാണ് തമിഴ്നാട്ടിലെ 5 ജില്ലകളെ ഹരിതാഭമാക്കുന്നത്. അണക്കെട്ട് തകർന്നാൽ തമിഴ്നാട്ടിലും സർവനാശം നേരിടും. കൊടിയ ജലക്ഷാമത്താൽ തമിഴ്നാടിന്റെ വലിയൊരു ഭാഗം വറ്റിവരളും. മുല്ലപ്പെരിയാറിന്റെ പേരിൽ തമിഴ്നാടും കേരളവും തമ്മിലുള്ള സൗഹൃദം ഒരിക്കലും ഇല്ലാതാകരുത്. തുടർച്ചയായി ഉണ്ടാകുന്ന ഭൂചലനത്തിൽ സംസ്ഥാനം ആശങ്കയിലാണ്. ഇനി കാത്തിരിക്കാൻ സമയമില്ല. ഉടൻ പരിഹാരമുണ്ടാകണം. പുതിയ അണക്കെട്ട് എത്രയും വേഗം യാഥാർത്ഥ്യമാകണം. കേരളത്തിന്റെ ജീവൻ രക്ഷാ പദ്ധതിക്കായി സംസ്ഥാനത്തു നിന്നുള്ള കേന്ദ്ര നേതാക്കൾ എല്ലാം മറന്നു ഒന്നിക്കണം. നമ്മുടെ നാടിനെ രക്ഷിക്കണം. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം.